നമസ്കാരം UAE.com സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ സർവീസ് പറയാം. ഞങ്ങളുടെ സർവീസ് ഇതാണ്: നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വാഹനം വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞങ്ങൾ അപ്പോൾ തന്നെ തരികയും ആ വണ്ടി വാങ്ങിക്കാൻ ആദ്യം സഹായിച്ചതിന് ശേഷം 0 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ ചെയ്ത് തരുന്ന സർവീസാണ് ഞങ്ങളുടേത്. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ സെല്ലറുടെ കയ്യിൽ നിന്നോ ഡീലറുടെ കയ്യിൽ നിന്നോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം, ബാർഗൻ ചെയ്ത് വണ്ടി വാങ്ങിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങിക്കാം എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ചാർജസ് ഉണ്ട്. നിങ്ങളെ അധികം വേദനിപ്പിക്കാതെ നിങ്ങളെ പതുക്കെ മാത്രം ഒന്ന് തലോടിക്കൊണ്ട് ഞങ്ങൾ ആ കാശ് വാങ്ങിച്ച് ഞങ്ങളും നിങ്ങളും ഇതിലൂടെ സന്തുഷ്ടരാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും നല്ല ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ UAE താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കും കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ സേഫാണ്. എല്ലാ ബാങ്കിലും ചെറിയ ചെറിയ ചാർജസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, എല്ലാം നമ്മൾ ടോട്ടൽ നോക്കി കഴിയുമ്പോൾ. പക്ഷേ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബാങ്കിലും ഓരോ സാലറി ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ സാലറി ലിമിറ്റിൽ നമ്മളെ സാലറി പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ആ ബാങ്കുമായിട്ട് ലിസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണ് നമ്മളെ കമ്പനിക്കുമായിട്ടുള്ള നല്ല ബന്ധമുള്ളത്, അവിടെ എടുത്താൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യം. മൂന്നാം നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ ഡോക്യുമെന്റ് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് തരാൻ പറ്റുന്ന ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ മോഡൽ, ആ ബാങ്കിൽ അക്സെപ്റ്റബിൾ ആണോ, അല്ലെങ്കിൽ ആ മോഡലിന് എത്രമാത്രം ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏതൊരു കാരണോട് പറഞ്ഞാലും മിനിമം പറയുന്നത് 3.5ഉം മാക്സിമം പറയുന്നത് 6.5 6.15 എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെ തന്നെയാണെങ്കിലും നമ്മളൊരു 30,000 40,000 രൂപയാണ് നമ്മൾ ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ EMI വരുന്ന ഡിഫറൻസ്, ഇപ്പോൾ നമ്മുടെ സാലറി 1 ലക്ഷം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ 1 ലക്ഷം ഉള്ള ഒരാളെ സംബന്ധിച്ചും വേണ്ട അത്രയും പറയണ്ട അല്ലേ, ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരാൾക്കും 3,000 രൂപ സാലറി ഉള്ള ഒരാൾക്കും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം നമുക്ക് EMI വരുന്ന വ്യത്യാസം, അതായത് എവരി മന്ത് ഇൻസ്റ്റാൾമെന്റ് വരുന്ന വ്യത്യാസം ഏകദേശം ഒരു 50 രൂപ വരെയാണ് സാധാരണ രീതിയിൽ വരുന്നുള്ളൂ. അതായത് ഒരു 30,000 രൂപ 40,000 രൂപയാണ് ലോൺ എടുക്കുന്നത്, ഒരാളുടെ സാലറി 3,000 രൂപയാണ്, അയാൾക്ക് ഏകദേശം 650 രൂപ റേഞ്ചിൽ അയാൾക്ക് EMI കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 30,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ലിസ്റ്റഡ് കമ്പനിയായിട്ട് നല്ല രീതിയിലുള്ള ഒരാൾക്ക് അയാൾ കിട്ടുന്നത് ഏകദേശം 600 രൂപ എന്നുള്ള രീതിയിലായിരിക്കും. ഒരു 50 രൂപ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് അധികം തല വേദനിക്കാതെ നമ്മളുടെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് കാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭകരമായിരിക്കും. പിന്നെ നമ്മുടെ റെന്റ് കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയാലും റെന്റിന് വയ്ക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷം നമ്മൾ അതിന് EMI ആയിട്ട് അടയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കാർ സ്വന്തമാക്കാം എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലാഭകരമാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ബാങ്കും ലാഭകരമാണ്. നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ എല്ലാ ബാങ്കുകളായിട്ട് ചെക്ക് ചെയ്യുക, ഡിഫറെന്റ് ബാങ്കുകളായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതെല്ലാം സഹായിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളതെന്ന് പറയുമ്പോൾ വേറെ ആർക്കും ഇതിന്റെ ഞാൻ ചെയ്യുന്ന വീഡിയോ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട്, ഞാനൊരു സ്വാർത്ഥനായതുകൊണ്ടും ഞങ്ങളെ മാത്രം സമീപിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ.